ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കങ്ങരപ്പടിയിലാണ്. 10 സെൻറ്റ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷനും എടുത്തു പറയത്തക്ക രീതിയിൽ മനോഹരമായിട്ടുള്ളതാണ്. പഴയ വീടുകളെല്ലാം ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. രണ്ട് ഭാഗത്തും എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം, വുഡൻ ഡിസൈൻ എല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ആ ഭാഗത്തായിട്ട് കോബിൾ സ്റ്റോൺസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗാർഡൻ സ്പേസും ഈ വീടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. 2 കാർ പോർച്ചുകളാണ് ഈ വീടിനുള്ളത്. കാർ പോർച്ചിൻ്റെ ഡിസൈനിൽ തന്നെ ആ വെറൈറ്റി നമുക്ക് കാണാവുന്നതാണ്. 2 വശത്തും കാർ പോർച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കോബിൾ സ്റ്റോൺസ് ആണ്. അത് നല്ല ഡിസൈൻ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഈ വീടിനെ വളരെ മികച്ചതാക്കുന്നത്. 2 സൈഡിലും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഗാർഡൻ സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് വീടിൻ്റെ പുറകുവശത്തേക്കാണ്. അവിടെയും അത്യാവശ്യം സ്ഥല സൗകര്യം ലഭ്യമായിട്ടുണ്ട്. 10 സെൻറ്റിലാണ് വീട് ഒരുക്കിയിരിക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ട് ഇതാണ്. സിറ്റ് ഔട്ടിൻ്റെ തറ കരിങ്കൽ പാളികളെല്ലാം ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു. സ്റ്റെപ്പുകളിൽ വുഡൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോർട്ട്യാർഡ് സ്പേസ്. സെൻട്രൽ ഭാഗത്തൊരു കോർട്ട്യാർഡ് സ്പേസ് അവൈലബിൾ ആണ്. മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. തേക്കൂട്ടിലാണ് വിൻഡോസും ഡോർസും എല്ലാം നൽകിയിരിക്കുന്നത്. കടന്നു വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ട് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ ഭാഗങ്ങളിലായിട്ട് വുഡൻ ലാമിനേഷൻ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. നാച്ചുറൽ ലൈറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഡോറുകളും വിൻഡോസും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകളും ചെറിയ രീതിയിലൊക്കെ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്കും പോകാം. ഡൈനിങ് സ്പേസിന് വേറൊരു പ്രത്യേകത കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈ ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നതായി കാണാം. ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ കോബിൾ സ്റ്റോൺസ് ഫ്ലോറിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഗാർഡൻ സ്പേസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കരിങ്കൽ പാളികൾ ഉപയോഗിച്ചെല്ലാം പോളിഷൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ ചെയ്തിരിക്കുന്ന മോൾ ഭാഗത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഓടുകളെല്ലാം വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നത് കാണാം. ഈ ഭാഗത്തിന് നമുക്കൊരു ഇൻറ്റീരിയർ കോർട്ട്യാർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റിനും ക്രോസ് വെന്റിലേഷനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഡബിൾ ഹൈറ്റാണ് ഈ ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തും ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. വുഡൻ ഗ്ലാസ് ഡോറുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫ്ലോറിങ്ങും നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് ടൈല് വരുന്നുണ്ടെങ്കിലും ബോർഡർ ഭാഗത്തായിട്ട് വുഡൻ ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ ആ കോർട്ട്യാർഡിൻ്റെ ഭംഗി നല്ല രീതിയിൽ നമുക്ക് നോക്കാം. ഇത് സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കിച്ചൺ സ്പേസ് ആണ്. നമുക്ക് കിച്ചൺ സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡൈനിങ് സ്പേസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കാവുന്നതാണ്. ഇതാണ് അടുത്ത കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടുള്ള ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്കിനി പോകേണ്ടത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഇൻറ്റീരിയർ കോർട്ട്യാർഡ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ബെഡ്റൂം സ്പേസ് വരുന്നത്. വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. വലിയ ഗ്ലാസ് വിൻഡോകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം. തേക്കൂട്ടിലാണ്
ഇതിൻ്റെ ഡോറും വിൻഡോസും എല്ലാം ചെയ്ത് എടുത്തിരിക്കുന്നത്. പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് വാഷ് ബേസിൻ കാണാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷട്ടർ നൽകിയിരിക്കുന്നു. അത് വിൻഡോയാണ്. നമുക്ക് ഷട്ടർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്തുള്ള ലിവിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അല്പം കൂടി വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. ഇരുവശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്റിലേഷന് വേണ്ടി വലിയധികം പ്രാധാന്യമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. വുഡൻ ഫ്ലോറിംഗ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ഫോൾ സീലിംഗ് വർക്ക് മാത്രമാണ് വരുന്നത്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ്. സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് വുഡൻ സ്റ്റെപ്പുകളാണ്. ഇവിടെ നമുക്കൊരു ചെറിയ ജനലും എല്ലാം കാണാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഹാൻഡ് റെയിൽ GI സ്ക്വയർ ട്യൂബും വുഡും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിനും ആ കോർട്ട്യാർഡിൻ്റെ മുകൾ ഭാഗത്ത് വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നല്ല മികച്ച രീതിയിലുള്ള ഹാൻഡ് റെയിലുകളാണ് ഈ ഭാഗത്തും ഒരുക്കിയിരിക്കുന്നത്. വുഡൻ ഫ്ലോറിങ് തന്നെയാണ് വരുന്നത്. വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. ധാരാളം ഗ്ലാസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയൊരു ഷാൻലിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. വലിയ ഒരു ബാൽക്കണി വരുന്നുണ്ട്. വുഡിൽ ധാരാളം ഡിസൈൻ വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴത്തെ നിലയിലുള്ള കോർട്ട്യാർഡ് സ്പേസ് വളരെ മനോഹരമാണ്. ഇതാണ് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം. ഫ്ലോറിങ്ങുകളെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു. വെന്റിലേഷന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മുകൾ ഭാഗത്തായിട്ട് പഴയ മച്ചുകളെല്ലാം അനുസ്മരിക്കുന്ന രീതിയിലുള്ള വർക്കാണ്, വുഡൻ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമും ആ പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇവിടെയും ചെയ്ത് എടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 3.5 കിലോമീറ്ററാണ്. പങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് വരുന്നത് ഒരു 1.5 കിലോമീറ്ററാണ്. കാക്കനാടിലേക്ക് നമുക്കൊരു 4 കിലോമീറ്റർ ആയിരിക്കും ഏകദേശം ദൂരം വരിക. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ആയിരിക്കും. ഇതെല്ലാം ഏകദേശ ദൂരമാണ്, കറക്റ്റ് ദൂരമല്ല. ഏകദേശം ആണ് നമ്മൾ പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ദൂരത്തിൻ്റെ കാര്യത്തിൽ വന്നേക്കാം. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു എക്സ്ട്രാ ബാത്റൂം നമുക്ക് താഴത്തെ നിലയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കോമൺ ബാത്റൂമായിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട്. വളരെ മികച്ച ക്വാളിറ്റിയിൽ വളരെ മനോഹരമായി ചെയ്ത ഒരു വീടാണിത്. 10 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീടാണിത്. 5 ബെഡ്റൂമുകൾ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയയാണ്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് 5ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ 5 ബെഡ്റൂമുകളാണ് ടോട്ടൽ ഈ വീടിനുള്ളത്. 5 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. മുകളിലെല്ലാം വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൈഡ് ഭാഗങ്ങളിലായിട്ട് വുഡൻ ടൈലുകളും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാൽക്കണിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് ഈ ഭാഗം തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം. 10 സെൻറ്റ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമുകളുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണിത്.
ഈ വീടിൻ്റെ വില പറയുന്നത് 3.5 കോടി രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ. കാണാം. നന്ദി, നമസ്കാരം.